ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർഗാനിക് കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ പല വിദ്യാർത്ഥികളും പേടിയോടെയാണ് അതിനെ സമീപിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ പല റിയാക്ഷൻസും നമ്മൾ വളരെ സിമ്പിളായി എങ്ങനെ പഠിക്കാം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്നിവ മൂന്നും ഉൾപ്പെടുന്ന പല റിയാക്ഷൻസും ഇന്ന് നമുക്ക് പഠിക്കാം. വൂൾഫ്-കിഷ്ണർ റിഡക്ഷൻ. Aldehydes and ketones are reduced to corresponding hydrocarbons by the treatment with hydrazine followed by the reaction with glycol and potassium hydroxide. This reaction is called Wolff-Kishner reduction. ഇവിടെ ആൽഡിഹൈഡ്സും കീറ്റോൺസും കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺസിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രസീനും ഗ്ലൈക്കോളും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. ഈ റിയാക്ഷനെ വൂൾഫ്-കിഷ്ണർ റിഡക്ഷൻ എന്ന് പറയുന്നു. Clemmensen reduction. Aldehydes and ketones are reduced to corresponding alkynes by the treatment with the amalgamated zinc and concentrated HCl. This reaction is called Clemmensen reduction. ഇവിടെ ആൽഡിഹൈഡ്സും കീറ്റോൺസും കറസ്പോണ്ടിങ് ആൽക്കൈൻസിലേക്ക് റെഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് അമാൽഗമേറ്റഡ് സിങ്കും കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. ഈ റിയാക്ഷൻ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ രണ്ട് റിഡക്ഷനും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കാറ്റലിസ്റ്റുകൾ മാത്രമാണ് വ്യത്യാസമായി വരുന്നത്. വൂൾഫ്-കിഷ്ണർ റിഡക്ഷനിൽ ഗ്ലൈക്കോളും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രസീനും വരുമ്പോൾ ക്ലെമൻസൺ റിഡക്ഷനിൽ വരുന്നത് അമാൽഗമേറ്റഡ് സിങ്കും കോൺസെൻട്രേറ്റഡ് HCl-ഉമാണ്. ഇത് തമ്മിൽ കമ്പാരിറ്റീവ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് റിഡക്ഷനും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നീറ്റിലും അതുപോലെ തന്നെ JEE മെയിനിലും ഈ രണ്ട് റിയാക്ഷനെയും പറ്റി പലതവണയും ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഈ രണ്ട് റിയാക്ഷൻ്റെയും പ്രോഡക്റ്റായിട്ട് വരുന്നതും ഒരു ആൽക്കൈൻ തന്നെയാണ്. കാനിസാരോ റിയാക്ഷൻ. ആൽഡിഹൈഡ്സ് വിച്ച് ഡു നോട്ട് കണ്ടെയ്ൻ എനി ആൽഫ ഹൈഡ്രജൻ ആറ്റം അണ്ടർഗോ സെൽഫ് റിഡക്ഷൻ ആൻഡ് ഓക്സിഡേഷൻ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് കാനിസാരോ റിയാക്ഷൻ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനോട് ചേർന്ന് വരുന്ന കാർബൺ ആറ്റത്തിലെ ഹൈഡ്രജൻ മോളിക്യൂൾസാണ്. ഫോർ എക്സാമ്പിൾ, ബെൻസാൽഡിഹൈഡിൽ നമുക്ക് ആൽഫ ഹൈഡ്രജൻ ആറ്റത്തിനെ കണ്ടെത്താൻ സാധിക്കില്ല. ഇവിടെ കാനിസാരോ റിയാക്ഷനാണ് നടക്കുന്നത്. ഇവിടെ ബെൻസാൽഡിഹൈഡ് സെൽഫ് ഓക്സിഡേഷനും റിഡക്ഷനും വിധേയമായി ഒരു ആൽക്കഹോൾ പാർട്ടും കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോണും ഉണ്ടാകുന്നു. ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒരു കോൺസെൻട്രേറ്റഡ് ആൽക്കലി ആയിരിക്കും. ഉദാഹരണത്തിന് NaOH പോലുള്ള കോൺസെൻട്രേറ്റഡ് ആൽക്കലി. നമ്മൾ കാനിസാരോ റിയാക്ഷൻ പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ് ആൽഡോൾ കണ്ടൻസേഷൻ. ഇവിടെ സംഭവിക്കുന്നത് ഒരു ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇവിടെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെൽഫ് ഓക്സിഡേഷനോ റിഡക്ഷനോ സംഭവിക്കുന്നില്ല. ആൽഡോൾ കണ്ടൻസേഷനിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഡൈലൂട്ട് ആൽക്കലി ആയിരിക്കും. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കാനിസാരോ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രോങ് കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ്. ആൽഫ ഹൈഡ്രജൻ ആറ്റം പ്രസൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ഡൈലൂട്ട് ആൽക്കലിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കണ്ടൻസേറ്റ് ചെയ്ത് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഉണ്ടാകും. ഈ റിയാക്ഷനെ നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഈ രണ്ട് റിയാക്ഷനിലും പ്രധാന വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് നോട്ട് ചെയ്യാം. ഒന്നാമത്തത്, കാനിസാരോ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ട്രോങ് ആൽക്കലിയാണ്. പക്ഷേ ആൽഡോൾ കണ്ടൻസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വീക്ക് ആൽക്കലിയാണ്. അടുത്തതായി നമുക്ക് റോസൻമൺസ് റിഡക്ഷൻ നോക്കാം. Acid chlorides are converted into aldehydes by hydrogenation in the presence of palladium and barium sulfate. This reaction is known as Rosenmann's reduction. ഇവിടെ നമ്മൾ മെയിനായിട്ടും കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ഇവിടെ ആസിഡ് ക്ലോറൈഡ്സ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സിലേക്ക് കൺവേർട്ട് ആകുന്നു. ഹൈഡ്രോജനേഷനാണ് മെയിനായിട്ടും ഇവിടെ നടക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പഠിച്ച പ്രോസസ്സ് പോലെ ബന്ധമുള്ളതാണ് ഇതും. ക്ലെമൻസൺ റിഡക്ഷനുമായിട്ട് ഇത് നമുക്ക് ബന്ധപ്പെടുത്താം. ക്ലെമൻസൺ റിഡക്ഷനിൽ ആൽഡിഹൈഡ്സ് കറസ്പോണ്ടിങ് ആൽക്കൈൻസിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ റോസൻമൺസ് റിഡക്ഷനിൽ ആസിഡ് ക്ലോറൈഡ്സ്
ആൽഡിഹൈഡ്സിലേക്ക് കൺവെർട്ട് ആകുന്നു. റോസൻമണ്ട് റിഡക്ഷനിലൂടെ നമുക്ക് ആൽഡിഹൈഡ്സിൻ്റെ പ്രിപ്പറേഷൻ സാധ്യമാണ്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആൽഡിഹൈഡ്സിനെ ക്ലെമൻസൺ റിഡക്ഷനിലൂടെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് ആൽക്കെയിൻ ഫോമിലാക്കാം. ഈ രണ്ട് റിയാക്ഷൻസും പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ആദ്യം നടക്കുന്നത് റോസൻമണ്ട്സ് റിഡക്ഷനാണ്. പിന്നെ റോസൻമണ്ട് റിഡക്ഷനിലൂടെ കിട്ടുന്ന ആൽഡിഹൈഡ് ക്ലെമൻസൺ റിഡക്ഷനിലൂടെ ആൽക്കെയിനായിട്ട് കൺവെർട്ട് ആകും. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് എറ്റാർഡ്സ് റിയാക്ഷൻ. വെൻ ടോൾവിൻ ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിയം ക്ലോറൈഡ് ഇൻ CCl4 solution, a complex is formed which is decomposed by water to yield ബെൻസാൽഡിഹൈഡ്. ഇവിടെ നമ്മൾ ടോൾവിനെ ക്രോമിയം ക്ലോറൈഡുമായി ട്രീറ്റ് ചെയ്യുന്നു. CCl4 സൊല്യൂഷനാണ് ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കിട്ടുന്ന കോംപ്ലക്സിനെ വാട്ടറുമായി ഡീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. എറ്റാർഡ്സ് റിയാക്ഷനെയും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ തന്നെ വേറൊരു റിയാക്ഷനുമായി ബന്ധപ്പെടുത്തി പഠിക്കാവുന്നതാണ്. റെയ്മർ ടേമർ റിയാക്ഷനുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാം. ഇവിടെ ടോൾവിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ റെയ്മർ ടേമർ റിയാക്ഷനിൽ നമ്മൾ ഫീനോളാണ് ഉപയോഗിക്കുന്നത്. കാറ്റലിസ്റ്റായിട്ട് വരുന്നത് CCl4 സൊല്യൂഷൻ തന്നെയാണ്. ഇവിടെ പ്രോഡക്റ്റ് ബെൻസാൽഡിഹൈഡാണ്. നമുക്ക് റെയ്മർ ടേമർ റിയാക്ഷനിൽ സാലിസാൽഡിഹൈഡാണ് പ്രോഡക്റ്റായിട്ട് ലഭിക്കുന്നത്. റെയ്മർ ടേമർ റിയാക്ഷനിൽ ക്ലോറോഫോമും നമ്മൾ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡും കാറ്റലിസ്റ്റായിട്ട് വരുന്നുണ്ട്. 340 കെൽവിനിലാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ നടത്തുന്നത്. എറ്റാർഡ്സ് റിയാക്ഷനും റെയ്മർ ടേമർ റിയാക്ഷനും വളരെയധികം സാമ്യമുള്ള റിയാക്ഷൻസാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കോൾബ്സ് ഇലക്ട്രോലൈസിസ് ആണ്. വെൻ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്സ് ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് are electrolyzed, higher alkynes are formed. This reaction is called Kolb's electrolysis. For example, CH3COOK undergoes electrolysis and we get CH3CH3. ഇവിടെ നമുക്ക് ആൽക്കൈൻ കിട്ടുന്നു. ഇവിടെ നമ്മൾ പൊട്ടാസ്യം അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന കാർബോക്സിലിക് ആസിഡാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്ന റിയാക്ഷനാണ് ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ്സ് കണ്ടെയ്ൻസ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് Cl2 ഓർ Br2 ഇൻ ദ പ്രസൻസ് ഓഫ് സ്മാൾ എമൗണ്ട് ഓഫ് റെഡ് ഫോസ്ഫറസ് എക്സ്ക്ലൂസീവ്ലി ഗീവ് ദ കറസ്പോണ്ടിങ് ആൽഫ ക്ലോറോ ഓർ ബ്രോമോ ആസിഡ്സ്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ. ഇവിടെ കാർബോക്സിലിക് ആസിഡ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ക്ലോറിനോ ബ്രോമിനോ ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് കറസ്പോണ്ടിങ് ആൽഫ ക്ലോറോ ഓർ ബ്രോമോ ആസിഡ്സ് ആയിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുന്നതാണ്. ആൽഡോൾ കണ്ടൻസേഷനുമായി ഈ റിയാക്ഷനെ നമുക്ക് ബന്ധപ്പെടുത്താം. അവിടെ ആൽഡിഹൈഡ്സ് ആണ് നമ്മൾ റിയാക്റ്റൻ്റായിട്ട് എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാർബോക്സിലിക് ആസിഡ്സ് ആണ് റിയാക്റ്റൻ്റായി എടുക്കുന്നത്. ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സ് ആണ് ആൽഡോൾ കണ്ടൻസേഷനിൽ വരുന്നതെങ്കിൽ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ്സ് ആണ് റിയാക്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ റെഡ് ഫോസ്ഫറസിൻ്റെ സഹായത്തോടെ ആൽഫ ക്ലോറോ ആൻഡ് ആൽഫ ബ്രോമോ ആസിഡ്സ് ഉണ്ടാകുന്നു. ഈ റിയാക്ഷനെ നമ്മൾ ഹെൽ വോൾഹാർഡ് സെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ഇതുവരെ കുറച്ച് റിയാക്ഷൻസാണ് പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് കീ കൺസെപ്റ്റിലേക്ക് കടക്കാം. ടോളറൻസ് റിയേജൻറ്റ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയേജൻ്റാണ് ടോളറൻസ് റിയേജൻറ്റ്. അമോണിയയിൽ സിൽവർ നൈട്രേറ്റ് എന്ന പേരിലാണ് ടോളറൻസ് റിയേജൻറ്റ് അറിയപ്പെടുന്നത്. വെൻ ആൻ ആൽഡിഹൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ടോളറൻസ് റിയേജൻറ്റ്, എ സിൽവർ മിറർ ഈസ് ഫോംഡ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഇവിടെ മെയിനായിട്ടും ആൽഡിഹൈഡ്സിനെ ഡിറ്റക്റ്റ് ചെയ്യാനാണ് നമ്മൾ ടോളറൻസ് റിയേജൻറ്റ് ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ആൽഡിഹൈഡ്സും കീറ്റോൺസും തമ്മിൽ വേർതിരിച്ചറിയണമെങ്കിൽ ടോളറൻസ് റിയേജൻറ്റ് ഉപയോഗിക്കുന്നതാണ്. ടോളറൻസ് റിയേജൻറ്റ് പോലെ തന്നെ ഫെലിംഗ് സൊല്യൂഷനും ബെനഡിക്റ്റ് സൊല്യൂഷനും ആൽഡിഹൈഡ്സും കീറ്റോൺസും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു.
അടുത്തൊരു കീ പോയിൻ്റാണ് കാർബണിൽ കോമ്പൗണ്ട്സ് ഹാവ് ലെസ് ബോയിലിംഗ് പോയിൻറ്റ്സ് ദാൻ ആൽക്കഹോൾസ് ഓഫ് കമ്പയറബിൾ മോളിക്കുലർ മാസസ്. കാർബണിൽ കോമ്പൗണ്ട്സിന് ആൽക്കഹോൾസിനേക്കാളും ബോയിലിംഗ് പോയിൻ്റ് കുറവായിരിക്കും. കാരണം ലെസ് മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് കാരണം. ഫോർമാൽഡിഹൈഡ്സ് ആൻസേഴ്സ് ടോളറൻസ് റിയേജൻറ്റ് ഇൻ ടെസ്റ്റ് ട്യൂബ് ബട്ട് ഡസ് നോട്ട് ആൻസർ ഐഡോഫോം ടെസ്റ്റ്. ടോളറൻസ് റിയേജൻറ്റ് വെച്ച് നമുക്ക് ഫോർമാൽഡിഹൈഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാവുന്നതാണ്. അസറ്റാൽഡിഹൈഡ് ആൻസേഴ്സ് ബോത്ത് ടോളറൻസ് റിയേജൻറ്റ് ടെസ്റ്റ് ആൻഡ് ഐഡോഫോം ടെസ്റ്റ്, ബട്ട് അസറ്റോൺ ഡസ് നോട്ട് ആൻസേഴ്സ് ടോളറൻസ് റിയേജൻറ്റ് ടെസ്റ്റ്. അതുപോലെ തന്നെ അടുത്തൊരു ഫാക്റ്റാണ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ പോളാർ കോമ്പൗണ്ട്സ് ഹാവിങ് സഫിഷ്യൻറ്റ് ഇൻ്റർമോളിക്കുലർ ഡൈപോൾ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ മോളിക്യൂൾസ്. However, these dipole interactions are weaker than intermolecular hydrogen bond present in alcohols and carboxylic acid. അതുകൊണ്ട് തന്നെ ആൽഡിഹൈഡ്സിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കറസ്പോണ്ടിങ് ആൽക്കഹോൾസിൻ്റെ ആസിഡ്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അടുത്തൊരു ഫാക്റ്റാണ് acetone is soluble in water due to intermolecular hydrogen bonding, while acetophenone is not soluble because of the presence of bulky C6H5 group and CH3 group. The non-polar character becomes more prominent. അതുപോലെ തന്നെ നമുക്ക് എൻട്രൻസിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കാർബോക്സിലിക് ആസിഡ്സും ഫീനോൾസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഇവിടെ carboxylate ion formed from carboxylic acid is more resonance and stabilized than phenoxide is formed from phenol. ഫീനോളിൽ നിന്നും ഫോം ചെയ്യുന്ന ഫീനോക്സൈഡ് അയോൺ കാർബോക്സിലിക് ആസിഡ്സിനേക്കാളും റെസോണൻസ് വെച്ച് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡ്സ് ഫീനോൾസിനേക്കാളും വളരെ സ്ട്രോങ്ങറും ആയിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വീഡിയോ ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.